ഹിയർ വി ഗോ. ബാർസലോണക്കാർക്ക് ഇനി എന്ത് വേണം മക്കളെ? ഹിയർ വി ഗോ. ഇന്ന് രണ്ട് ഹിയർ വി ഗോ ആണ് നമ്മൾ. ആദ്യം തന്നെ എക്സ്ക്ലൂസീവ് ഹിയർ വി ഗോ. മാഞ്ചസ്റ്റർ സിറ്റിയും ബാർസലോണയും തമ്മിലുള്ള ക്ലബ്ബ് ടു ക്ലബ്ബ് അഗ്രിമെന്റ് പൂർണ്ണമായി. അതെ, റോഡ്രി ടു ബാർസലോണ കൺഫേം. ഇനി ക്ലബിന്റെ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ മാത്രമേ വരാനുള്ളൂ. സ്പെയിനിന്റെ മിഡ്ഫീൽഡർ സിറ്റി വിട്ടിട്ട് ഇനി ബാർസയിലോട്ട്. ബാലൻഡോർ ജേതാവ്, കഴിഞ്ഞ വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ കംപ്ലീറ്റ് മിഡ്ഫീൽഡറായ റോഡിനെ ബാർസലോണ സ്വന്തമാക്കി. പക്ഷേ ട്രാൻസ്ഫർ ബോംബ് അവിടെ ഒന്നും അവസാനിച്ചില്ല കേട്ടോ. ക്യാൻസലോ, അതെ, പോർച്ചുഗീസിന്റെ ഫുൾ ബാക്ക് ക്യാൻസലും ബാർസലോണായിട്ട് വന്നിട്ടുണ്ട്. അൽ ഹിലാലായിട്ടുള്ള ക്യാൻസലോന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ധാരണയും പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ക്യാൻസലോ സത്യം പറഞ്ഞ ഒരു ഫ്രീ ഏജന്റ് ആയിട്ടാണ് ബാർസലോട്ട് വരുന്നത്. അൽ ഹിലാലിൽ നിന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ക്യാൻസലോ ബാർസലോട്ട് വരുന്നത്. വേറെ ക്ലബ്ബ് വേണ്ട, നമുക്ക് ബാർസ മതി. ക്യാൻസലും ബാർസലോണും തമ്മിലുള്ള അഗ്രിമെന്റ് ഓൾറെഡി നേരത്തെ കംപ്ലീറ്റ് ആയ സംഭവമാണ്. ഇനിയുള്ളത് മെഡിക്കൽ ടെസ്റ്റ്, പിന്നെ കോൺട്രാക്ട് സൈനിങ്. അതിന് വേണ്ടിയിട്ട് ആശാൻ ഈ ആഴ്ച ബാർസലോണയിലേക്ക് വരും. പെഡ്രി, ഗാവി, ഡാനിയോൽമ, അതിന്റെ കൂടെ റോഡും കൂടി വന്നാൽ സത്യം പറഞ്ഞാൽ ബാർസന്റെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ഒരു മിഡ്ഫീൽഡ് ഒന്നായിട്ട് മാറി. ക്യാൻസലോ വന്നോടെ ഫുൾ ബാക്കും കുറച്ച് സ്ട്രോങ് ആയി. ഇനിയിപ്പോൾ സ്ട്രൈക്കർ പൊസിഷൻക്ക് ബാർസ ആരെയാണ് എത്തിക്കാൻ കൂടി നോക്കിയാൽ മതി. ഒരു വേൾഡ് ക്ലാസ് നമ്പർ 9 കൂടി വന്നാൽ യൂറോപ്യൻ ക്ലബ്ബുകൾക്കുള്ള നല്ലൊരു മുന്നറിയിപ്പായിട്ട് ബാർസ മാറുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല. വിസ്ക ബാർസ.